ഹായ് മക്കളെ, നമ്മുടെ 10 days ചലഞ്ചിൽ അടുത്ത ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളിപ്പോൾ കുറേ ചാപ്റ്ററുകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ചാപ്റ്ററാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുക്കുന്ന ചാപ്റ്ററിലെ വെയിറ്റേജിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വളരെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3, 4, 5 ക്വസ്റ്റ്യനുകൾ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററുകളാണ്. 2 പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസാണ്. മോർ ദാൻ 80 ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വേഗം ചെയ്ത് ഒന്ന് ട്രെയിൻഡ് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വെൻ റീകോംബിനൻറ്റ് DNA ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ എന്ന് പറയുന്നത് ആരാന്ന് നമ്മൾ കണ്ടെത്തണം. എ ബാക്ടീരിയം ക്ലോസ്ലി റിലേറ്റഡ് ടു ബി. എന്തിനോടോ അത് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇറ്റ് കുഡ് ബി റെപ്ലിക്കേറ്റ് യൂസിങ് ദ ന്യൂ ഹോസ്റ്റ് DNA പോളിമറൈസ് എൻസൈം ആൻഡ് മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ്. ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ചിന്തിച്ചാൽ വേഗം മനസ്സിലാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് RDNA ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എല്ലാവർക്കും അറിയാം RDNA ടെക്നോളജി. അപ്പോൾ RDNA എന്ന് പറയുന്ന സമയത്ത് റീകോംബിനൻറ്റ് DNA ആണ്. അത് 2 ജീനുകൾ തമ്മിൽ കൂടിച്ചേർന്നാണ് RDNA ഫോം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു RDNAയുടെ കൺസ്ട്രക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫോം ചെയ്ത RDNAനെ എന്ത് ചെയ്യുന്നു, ഒരു ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഹോസ്റ്റിൻ്റെ പേരാണ് Ecology എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, RDNA ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ എന്ന് പറയുമ്പോൾ അതാരാണ്, ഒരു ഹോസ്റ്റാണ്. ആ ഹോസ്റ്റിൻ്റെ പേരെന്താണ്, Ecology എന്നാണ്. ഇനി അതിൽ തന്നെ എ ബാക്ടീരിയം ക്ലോസ്ലി റിലേറ്റഡ് ടു ബി. ഏതോ ഒരു ബാക്ടീരിയ വളരെ റിലേറ്റഡ് ആയിട്ടുണ്ട്, വളരെ അടുപ്പം കാണിക്കുന്നുണ്ട്. ആ ബാക്ടീരിയ ആരായിരുന്നു, നിങ്ങൾക്കറിയാം ആരായിരുന്നു. നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള ജീനൊക്കെ എടുത്തത് ഈ ബാക്ടീരിയയിൽ നിന്നാണെന്ന് പഠിച്ചിട്ടുണ്ട്. RDNAയുടെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് സ്റ്റാൻലി കൊഹനും ഹെർബർട്ട് ബോയറുമായിരുന്നു. 1972 അവർ ചെയ്തത്. അവർ ചെയ്ത സമയത്ത് അവർ യൂസ് ചെയ്ത ഡിസൈറബിൾ ജീൻ എടുത്തത് സാൽമൊണെല്ല ടൈഫിമ്യൂരിയം എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നായിരുന്നു. ആ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ, അതാണ് ഡിസൈറബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നത് ഈക്വളിയാണ്, ബി എന്ന് പറയുന്നത് സാൽമൊണെല്ലയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4th one. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എങ്കിൽ നമുക്ക് നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ക്വസ്റ്റ്യൻ നോക്കൂ, ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് RDNA വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻ ദ ഇയർ. ഓക്കെ, നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞോളൂ, 2 ആളുകളായിരുന്നു, സ്റ്റാൻലി കൊഹനും അതേപോലെ തന്നെ ഹെർബർട്ട് ബോയറും. 1972 ഇത് കണ്ടെത്തിയെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ആൻസർ നമുക്ക് പോവാം, എന്താണ്, 1972 സ്റ്റാൻലി കൊഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ: ദ different basic steps of genetically modifying an organism are given below randomly. ഓക്കെ, നമുക്കറിയാം 3 GMO. നമുക്കറിയാം GMOയുടെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ. GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ദർ ആർ 3 steps മോഡിഫൈ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിസൈറബിൾ ജീൻ ആയിരുന്നു. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിസൈറബിൾ ജീൻ ഇത് തന്നെയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസൈറബിൾ ജീൻ ഇൻ ടു ദ ഹോസ്റ്റ് ആയിരുന്നു. കണ്ടില്ലേ, ഈ പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് സീക്വൻസിൽ വരുന്ന 2. മൂന്നാമത്തത് മെയിൻ്റനൻസ് ഓഫ് ഡിസൈറബിൾ ജീൻ ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ DNA ഇൻ ടു ദ ഹോസ്റ്റ് പ്രോജനീസ്. അപ്പോൾ നമുക്കറിയാം ഇതാണ് മൂന്നാമത്തതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 1, 3, 1, 3, 2 അങ്ങനെയാണ് നമ്മുടെ ക്രമം വരുന്നത്. കറക്റ്റ് സീക്വൻസ് അങ്ങനെയാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ 2 ആണ്. റെഡിയാണല്ലോ, മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ശ്രദ്ധിച്ചോ. നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് ഇൻ ദ റെക്കഗ്നേഷൻ സൈറ്റ് ഓഫ് EcoR1. EcoR1 എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഏത് സൈറ്റാണെന്ന് നമുക്ക് നോക്കണം. ഏത് പാലിൻഡ്രോമിക് സീക്വൻസ് ആണെന്ന് നമുക്കറിയണം ഇല്ലേ. നിങ്ങളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അവിടെ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. EcoR1 റെക്കഗ്നൈസ് ചെയ്യുന്നത് എവിടെയായിരുന്നു? ഓക്കെ, നിങ്ങൾക്കറിയാം ആ പാലിൻഡ്രോമിക് സീക്വൻസിൻ്റെ പേര് GAATTC ആണ്. അപ്പോൾ പാലിൻഡ്രോമിക് ആയതുകൊണ്ട് GAATTC ഇതാണല്ലോ സീക്വൻസ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ പാലിൻഡ്രോമിക് സീക്വൻസിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്.
അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇവിടൊക്കെ ഡബിൾ ബോണ്ട് വരും, ഇവിടൊക്കെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും. ഇനി നമുക്ക് നോക്കാം ടോട്ടൽ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ എണ്ണമല്ലേ ചോദിച്ചത്, നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് അല്ലേ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 3 ഉണ്ട്, 2 ഉണ്ട്, 2 2 2 3. അപ്പോൾ ടോട്ടൽ എത്ര വരും? 5 7 9 11 14. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആരാണ് വരുന്നത്? 14. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ടിനെ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തത്? ഇക്കോ R1ൻ്റെ റെക്കഗ്നേഷൻ സൈറ്റിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ടെക്നിക് ഓർ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ് അണ്ടർ ബയോടെക്നോളജി ആർ. ബയോടെക്നോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻവിട്രോ വരുന്നുണ്ട്, കറക്റ്റിംഗ് ഡിഫക്റ്റീവ് ജീൻ വരുന്നുണ്ട്, ഡെവലപ്പിംഗ് DNA വാക്സിൻ വരുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദിസ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, റീകോമിനൻറ്റ് DNA എന്ന് പറയുന്നു. റീകോമിനൻറ്റ് DNA എന്ന് പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മൾ യൂസ് ഓഫ് ജീൻ ക്ലോണിങ് ആൻഡ് ജീൻ ട്രാൻസ്ഫർ തന്നെയല്ലേ. അപ്പോൾ AP ആണ് വരേണ്ടത്. അപ്പോൾ AP വരുന്ന ഒറ്റ ഓപ്ഷൻ എവിടെ ഉള്ളൂ. ഇനി അടുത്ത് നോക്കുക, അടുത്ത് റെഡിയാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റിംഗ് റെപ്ലിക്കേഷനാണ്. BR വരണം, BR. ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ CQ റെഡിയാണ്. സോ നമ്മുടെ ആൻസർ മൂന്നാമത്തതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ EFB. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. EFB ഏറ്റവും ബിഗിനിങ്ങിൽ പഠിച്ചതാണ് ഈ ചാപ്റ്ററിൽ. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജിയാണ്. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നിക് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു ജനറ്റിക്കലി എൻജിനീയർഡ് ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നിക് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു GMO അല്ലെങ്കിൽ ജനറ്റിക്കലി എൻജിനീയർഡ് ലിവിങ് ഓർഗാനിസം. നമുക്കറിയാം റീകോമിനൻറ്റ് DNA ടെക്നോളജിയാണ് അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ജനറ്റിക് എൻജിനീയറിംഗ് ടെക്നിക് ഇൻക്ലൂഡ്. ജനറ്റിക് എൻജിനീയറിംഗ് നമുക്കറിയാം 2 പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്ന നേരം നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. 2 ടെക്നിക്കുകളായിരുന്നു. ഒന്ന് ജനറ്റിക് എൻജിനീയറിംഗ് ആയിരുന്നു, രണ്ടാമത്തത് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ കെമിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയാം അല്ലെ. ബയോ പ്രോസസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ പ്രിൻസിപ്പിൾസിൽ ഒന്നാമത്തെ പ്രോസസ്സായിരുന്നു ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ആ ജനറ്റിക് എൻജിനീയറിംഗ് എന്നിലൂടെ നമുക്കറിയാം ജീൻസിൽ മാനിപ്പുലേഷൻ വരുത്തുന്നു, ജീൻസിൽ ചേഞ്ച് വരുത്തുന്നു. ഇറ്റ് ക്യാൻ ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചേഞ്ച് വരുന്ന സമയത്ത് അവിടെ ജീനോടൈപ്പിൽ മാറ്റം ഉണ്ടാവുന്നു, അതിനുശേഷം ഫീനോടൈപ്പിലും മാറ്റം ഉണ്ടാവും. സോ നമ്മുടെ ആൻസർ ആരാ വരിക? ബോത്ത് 1 and 2 രണ്ട് രൂപത്തിലും എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ബയോടെക്നോളജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എപ്പോഴും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മറ്റുള്ള ചാപ്റ്ററിലുള്ളതുപോലെ തന്നെ ഒരുപാട് ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൊന്നും നമുക്കിതിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ബോർഡ് എക്സാമിനാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഇതിൽ കുറച്ച് ടഫായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ കഴിഞ്ഞു, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒന്നൊരു പ്രശ്നവുമില്ല. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ സ്പെസിഫിക് സീക്വൻസ് ഓഫ് DNA ദാറ്റ് ഇനീഷ്യേറ്റ് റെപ്ലിക്കേഷൻ ഓഫ് ഏലിയൻ DNA ഫോർ ക്ലോണിങ്. ഓക്കെ, DNAയുടെ റെപ്ലിക്കേഷൻ, ദിസ് എ സീക്വൻസ് ഓഫ് DNA ദാറ്റ് ഇനീഷ്യേറ്റ് റെപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഡൗട്ടേ ഇല്ല, ആരായിരുന്നു? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്ലാസ്മിഡ്, നമുക്കറിയാം പ്ലാസ്മിഡ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സർക്കുലാർ എക്സ്ട്രാ ക്രോമസോമൽ DNA-നെയാണ് എന്ത് പറയുക? പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് എക്സ്ട്രാ ക്രോമസോമൽ DNA, സർക്കുലാർ ഡബിൾ സ്ട്രാൻഡഡ് DNA. സോ നമ്മുടെ ആൻസർ ആരാണ്? ഓൾ ഓഫ് ദം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The construction of first rDNA was done by using the native plasmid of. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നാറ്റീവ് പ്ലാസ്മിഡ് ഓഫ് ആരുടേതായിരുന്നു? സാൽമൊണല്ല ടൈഫിമ്യൂരിയം. സാൽമൊണല്ല ടൈഫിമ്യൂരിയം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു അല്ലേ. The linking of antibiotic resistant gene with the plasmid vector become possible with. ലിങ്കിങ് ആണ് ഡിസൈറബിൾ ജീനുകളെ ഒട്ടിക്കുന്നത്. ആരെ യൂസ് ചെയ്തിട്ടാണ്? ഒരു സംശയവും വേണ്ട, ആരെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? DNA ലിഗേസ് ആണ്, DNA ലിഗേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ പാർട്ട് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ പാർട്ടായിട്ട് വരുന്നത് സിന്തസൈസ്. ഇതിൻ്റെ ഒരു പാറ്റേണിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ. synthesizing of gene, developing a DNA vaccine, correcting a defective gene, in vitro fertilization. ഇതൊക്കെ വരുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ആരാണ്? ഓൾ ഓഫ് ദം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടും.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നിങ്ങൾ പരിചയപ്പെട്ട ക്വസ്റ്റ്യനുകളായിരിക്കും പലപ്പോഴും നമ്മൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഉണ്ടാകുന്നത് വെച്ചാൽ പരിചയപ്പെട്ട അറിയുന്ന ക്വസ്റ്റ്യൻ അവിടെ എത്തുന്ന സമയത്ത് സ്ട്രെസ്സായിട്ട് നമ്മളോട് തെറ്റിക്കും. അങ്ങനെ തെറ്റിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് റിപ്പീറ്റ് ചെയ്യരുത്. കൂളായിട്ട് എക്സാമിനേഷന് പോവുക, ഹാപ്പി ആയിട്ട് പോവുക, റിലാക്സ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കൂളായിട്ട് അടിപൊളിയായിട്ട് എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ കാണാം, how many fragments will be generated if a linear DNA molecules is digested with a restriction enzyme having 4 recognition sites on the DNA. ഒരു ലീനിയർ ഡി എൻ എനെ കുറിച്ചാണ് പറയുന്നത്. ഞാനിപ്പോൾ ഒരു ലീനിയർ ഡി എൻ എനെ ഇവിടെ കാണിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലെന്ത് ചെയ്തു, 4 റെക്കഗ്നേഷൻ സൈറ്റുകൾ. ഓക്കെ, 4 എണ്ണം ഉണ്ട്. ഞാൻ എന്താ 1 ഇവിടെ കൊടുക്കുന്നു. റെക്കഗ്നേഷൻ സൈറ്റ് 1 കൊടുത്തു. മൊത്തം പോയാൽ ഓക്കെ, റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 കൊടുക്കാം. റെഡി, അങ്ങനെ കിട്ടുന്നില്ല. റെഡി, അപ്പോൾ ഞാനിത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പോവാണേ. ഓക്കെ, 1 ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതൊരു കഷ്ണമായി 2 3 4. അപ്പോൾ 4 എണ്ണം കൊടുത്തു. ഇനി നമ്മൾ ഇതിനൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ എത്ര കഷ്ണമായി കിട്ടും നോക്ക്. 1 2 3 4 and 5. ടോട്ടൽ 5 കഷ്ണങ്ങളായിട്ട് മാറിയില്ല. അപ്പോൾ എത്ര ഫ്രാഗ്മെൻസുകളാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക? 5 ഫ്രാഗ്മെൻസുകളാണ്. ഒരു കയറെടുത്ത് നമ്മളിങ്ങനെ പിടിക്കുന്നു, 4 കഷ്ണങ്ങളാക്കി 4ആയിട്ട് നമ്മളതിനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 സ്ഥലത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 5 കഷ്ണങ്ങൾ ഉണ്ടാവും, 5 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാവും. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്പെസിഫിക് DNA സീക്വൻസ് were EcoR1 കട്ട് സീസ്. EcoR1 കട്ട് ചെയ്തത് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീക്വൻസ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? GAATTC ഇതല്ലായിരുന്നു നമ്മളവിടെ കണ്ടത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേപോലെ വായിക്കാൻ പറ്റുന്നു. പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് നമ്മൾ വിളിച്ചു. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The linking of foreign gene with the plasmid DNA is possible with the enzyme and is able to form bonds. ഏതാണ് ഇവിടെ ഫോറിൻ ഡി എൻ എ ലിങ്ക് ചെയ്യുന്നുണ്ട്, അതിനുശേഷം നമ്മൾ അവിടെ ഫോം ചെയ്യുന്ന ബോണ്ടുകൾ DNA ലിഗേസ് അല്ലേ ജോയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞു. അവിടെയുള്ള ഏതായിരുന്നു? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടുകളാണ് അവിടെ ഫോം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? 3 ആണ്. DNA ലിഗേസ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Restriction endonuclease bind to DNA and cut 2 strands of double helix at specific points in there. ഓക്കെ, നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കട്ട് ചെയ്തിട്ട് സ്ട്രാൻഡ്സുകൾ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് അത് കട്ട് ചെയ്യുന്നത്? ഓക്കെ, ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺസിലാണ്. എവിടെയാണ്? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനോട് നോക്കൂ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആർ എൻസൈം വിച്ച്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മൾ നേരത്തെ ലിഗേസ് ജോയിൻ ചെയ്യാനാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അതിനെ മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ജെനറ്റിക് ഗ്ലൂ എന്നൊക്കെ നമ്മൾക്ക് വിളിക്കുന്ന അറിയാം. അതേപോലെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമുക്കറിയാം കട്ട് ചെയ്യുകയാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളതിനെ മോളിക്കുലാർ സിസേഴ്സ് എന്നൊക്കെ വിളിച്ചത്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻസൈമിനെ മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നു, ജെനറ്റിക് സിസേഴ്സ് എന്ന് വിളിക്കുന്നു. അതിനുള്ള കാരണം എന്തായിരുന്നു? റെക്കഗ്നൈസ് എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, ഓക്കെ, ബൈൻഡ് ടു ഇറ്റ് ആൻഡ് ദെൻ ക്ലീവ്സ് ബോത്ത് ദ സ്ട്രാൻഡ്സ് ഓഫ് DNA. സോ നമ്മുടെ ഓപ്ഷൻ ഈസ് 2. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റെക്കഗ്നൈസസ് എ സ്പെസിഫിക് ഇൻ ദ DNA. ഓക്കെ, നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റെക്കഗ്നൈസ് ചെയ്തത് എവിടെയായിരുന്നു? നമുക്കറിയാം പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പരിചയപ്പെട്ടു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പാലിൻഡ്രോമിക് സീക്വൻസിൽ ഇതാ ഇങ്ങനെ സ്റ്റിക്കി എൻസുകളാക്കി കട്ട് ചെയ്തതാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ? അപ്പം നമ്മുടെ ആൻസർ ആരാണ് വരുന്നത്? പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. റൈറ്റ്? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, കമൻറ്റ് ചെയ്യണം താഴെ. ഓക്കെ, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റാൻലി കോഹൻ, അതായത് ഇവിടെ കോളം 1 കോളം 2 ആയിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മളെ ചോദ്യം. കോളം 1 വരുന്ന ആരൊക്കെയാണ്? സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഏത് വർഷമാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. 1972 ആണ്. അപ്പം AS ആണ് വരുന്നത്. ASൽ വരുന്ന ഒറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അപ്പം തന്നെ നമ്മുടെ ആൻസർ വളരെ അണ്ടർസ്റ്റുഡ് ആണ്. ഇനി വെറുതെ ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതാ 2 എൻസൈം റെസ്പോൺസിബിൾ റെസ്ട്രിക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയോഫേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അത് വരുന്നത് നമ്മൾ കണ്ടുപിടുത്തം
അല്ലേ വരുന്നത്? 1963. യെസ്, റെഡിയാണ്. 1963. ഏതായാലും നമ്മുടെ ആൻസറിൽ ചേഞ്ച് ഒന്നുമില്ല. 2 ആണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, റെഡിയാണല്ലോ. മാച്ച് ദ ഫോളോയിങ്ങിൽ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് അതാണ്. ഏതെങ്കിലും ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം അതിനെ ഒപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, അതൊന്നും തെറ്റിക്കാതെ ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം മോളിക്കുലാർ സിസ്റ്റേഴ്സ് നമ്മൾ വിളിക്കുന്നു. റെസ്ട്രിക്ഷൻ എൻസൈം ബിലോങ്സ് ടു എ ലാർജ് ക്ലാസ് ഓഫ് എൻസൈം. പഠിച്ചിട്ടുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം വരുന്ന വലിയൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയേസസ് എന്നാണ്. ഈ ന്യൂക്ലിയേസസിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു? ഒന്ന് എക്സോ ന്യൂക്ലിയേസ് ആയിരുന്നു, 2 എൻഡോ ന്യൂക്ലിയേസ് ആയിരുന്നു. ഒന്ന് എക്സോ ന്യൂക്ലിയസും 2 എന്താണ്? എൻഡോ ന്യൂക്ലിയസും. ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എക്സോ ന്യൂക്ലിയസ് ആണെങ്കിൽ DNA റിമൂവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സോ ന്യൂക്ലിയസ് ആണെങ്കിൽ അതിൻ്റെ എൻഡിൽ നിന്നും ന്യൂക്ലിയോടൈഡുകളെയാണ് റിമൂവ് ചെയ്യുന്നത് നമുക്കറിയാം. എൻഡോ ന്യൂക്ലിയസ് ആണെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള DNA കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഒന്നിങ്ങനെ റീകോൾ ചെയ്തെടുക്കുക, കൂളായിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അതേ പാറ്റേണിൽ വരുന്നതാണ്. എക്സോ ന്യൂക്ലിയസ് റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ്സ് ഓഫ് ദ DNA. സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൻഡോ ന്യൂക്ലിയസ് മേ കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിത്തിൻ ദ DNA. 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഒരു DNA എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു DNA. ആൻറ്റി പാരലൽ ആണ് അതിൻ്റെ പൊസിഷൻ എന്ന് നമുക്കറിയാം. ഓക്കെ, ആൻറ്റി പാരലൽ പോളി ന്യൂക്ലിയോടൈഡ് ചെയിനാണ്. ആ DNAയുടെ ന്യൂക്ലിയോടൈഡ്സുകളെ ഏതെങ്കിലും എൻഡിൽ നിന്നും റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് എക്സോ ന്യൂക്ലിയസ്. റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത നോക്കൂ. എൻഡോ ന്യൂക്ലിയസ് മേ കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിത്തിൻ ദ DNA. ഒരു DNAയിൽ നിന്നും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗം, നമ്മളിപ്പോൾ ഒരാളിൽ നിന്നും നമ്മൾ ഒരു ഇഷ്ടമുള്ള ജീനിനെ മാത്രം കട്ട് ചെയ്യണം. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇഷ്ടമുള്ളതിനെ മാത്രം കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഉപയോഗിക്കുന്ന എൻഡോ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇതും കറക്റ്റ് അല്ലേ? സോ നമ്മുടെ ആൻസർ എങ്ങനെ വരും? ബോത്ത് ആർ കറക്റ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ. ബോത്ത് ആർ കറക്റ്റ്. സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി എൻസൈം റെസ്പോൺസിബിൾ ഫോർ restricting the growth of bacteriophage in Ecology is. നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം തുടങ്ങുന്ന സമയത്ത് ആ പാരഗ്രാഫിൽ പറയുന്ന കാര്യമാണ്. കട്ട് DNA അല്ലേ? കട്ട് DNA ഇൻ എ പെർട്ടിക്കുലർ ഫാഷൻ. അടുത്തത് ആഡഡ് മീഥൈൽ ഗ്രൂപ്പ് ടു DNA. അപ്പം നമുക്കറിയാം 2 സ്റ്റേറ്റ്മെൻറ്റും അതിൽ വന്നു കഴിഞ്ഞു. സോ നമ്മുടെ ആൻസർ ആര് വരും? ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ടൈപ്പ് 2 ആണ്. വാസ് അതേതായിരുന്നു? ഫ്രം എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങൾക്കറിയാം ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്തത് എവിടെ നിന്നായിരുന്നു? ആരായിരുന്നു? ഹിൻഡ് 2 എന്ന് പറയാറുണ്ട്, ഹൈൻ D2 എന്ന് പറയാറുണ്ട്. ഐസൊലേറ്റ് ചെയ്ത ബാക്ടീരിയയുടെ പേര് ഹീമോഫില്ലസ് ഇൻഫ്ലുവൻസെ എന്നാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം, ഈ 2 പേരുകളും ആദ്യത്തെ പേര് എന്താണ്? ജീനസ് നെയിമാണ്. രണ്ടാമത്തെ പേരെന്താണ്? സ്പീഷീസ് നെയിമാണ്. ഒന്നാമത്തത് എന്താണ്? ജീനസ് നെയിമാണ്. രണ്ടാമത്തത് സ്പീഷീസ് നെയിമാണ്. ഓക്കെ, അപ്പം ആ ജീനസിൻ്റെയും സ്പീഷീസിൻ്റെയും നെയിമിങ്ങിൻ്റെ പ്രൊസീജിയറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഓർത്ത് വെക്കണം. നമുക്ക് എന്ത് ചെയ്യാം? അത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The restriction enzyme isolated and characterized 5 years later to 1963, responsible for the cleavage of the following sequence consisting of 6 base pair. നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞ ഹൈൻ D2 റെക്കഗ്നൈസ് ചെയ്യുന്നത് 6 ബേസ് പെയർ ആയിരുന്നു. നീറ്റിലുള്ള നീറ്റ് എക്സാം വന്ന ആദ്യത്തെ വർഷം ചോദിച്ചൊരു ചോദ്യമാണിത്. ഓക്കെ, ഹൈൻ D2ൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് എത്രയായിരുന്നു? 6 ബേസ് പെയർ ആയിരുന്നു. ആ 6 ബേസ് പെയർ നിങ്ങൾ നോക്കൂ. ഇവിടെ ഇപ്പോൾ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ആൻസറും നമുക്കറിയാം. ആദ്യത്തത് ആരാണ്? ഹൈൻ D2 ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്പർ ഓഫ് ബാക്ടീരിയൽ സ്ട്രെയിൻസ് ഫ്രം വിച്ച് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഹാവ് ബീൻ ഐസൊലേറ്റഡ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് റീസെൻ്റ്ലി 900-ലധികം റെസ്ട്രിക്ഷൻ എൻസൈമിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ബുക്ക് എഴുതിയ കാലത്ത്. 900-ലധികം. അത് ഐസൊലേറ്റ് ചെയ്തത് എത്ര ബാക്ടീരിയയിൽ നിന്നാണ്, എത്ര സ്ട്രെയിനുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. അപ്പം മോർ ദാൻ 900 റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്. ഐസൊലേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്.
ഓക്കെ, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ആൻസർ ആരാ വരിക? 230 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കാൾഡ് EcoR1. വാട്ട് ഡസ് R പാർട്ട് സ്റ്റാൻഡ്സ് ഫോർ? ഞാൻ പറഞ്ഞു നെയിമിങ്ങിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, EcoR1നെ ഐസൊലേറ്റ് ചെയ്തത് ഏത് ബാക്ടീരിയയിൽ നിന്നാണ് നിങ്ങൾക്കറിയാം? ഏതായിരുന്നു? എസ്കറേഷ്യ കൊളായി RY13 ആയിരുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റിൽ തന്നെ ആക്കാം. എസ്കറേഷ്യ കൊളായി RY13 ആയിരുന്നു. ഇതായിരുന്നു അതിൻ്റെ ജീനസ് നെയിം, ഇതായിരുന്നു അതിൻ്റെ സ്പീഷീസ് നെയിം, ഇതായിരുന്നു അതിൻ്റെ സ്ട്രെയിൻ. ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇവിടെ ഇപ്പം EcoR1 എന്നല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേര്? EcoR1. ഇനി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. E എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് E. ഓക്കെ, എന്ന് വെച്ചാൽ ജീനസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. ഈ CO എന്ന് പറയുന്നത് എന്താണ്? CO എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് CO എന്ന് വെച്ചാൽ സ്പീഷീസിൻ്റെ ഫസ്റ്റും സെക്കൻഡും ആണ്. ഇനി ഫോർത്ത് എന്ന് പറയുന്ന R ആണ്. R എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ്റെ ഫസ്റ്റ് ആണ്. ഇത് റോമൻ നമ്പർ ഇൻഡിക്കേറ്റ്സ് ഓർഡർ ഓഫ് ഐസൊലേഷൻ. ഏറ്റവും ലാസ്റ്റത്തെ എന്താണ്? ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ്. ഓക്കെ, ഇത്രേ സംഭവമുള്ളൂ. സെറ്റാണല്ലോ, ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ ചോദ്യം R എന്താണ് സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളതാണ്? നമുക്കറിയാം അത് സ്ട്രെയിൻ ആണെന്ന് നമുക്കറിയാം. നെയിം ഓഫ് ദ സ്ട്രെയിൻ. ഇനി ഏത് ചോദിച്ചാലും നിങ്ങൾ പറയുമല്ലോ. സെറ്റാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കീ ടൂൾസ് റിക്വയർഡ് ഫോർ ദ റീകോംബിനൻറ്റ് DNA ടെക്നോളജി ആർ. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഉപയോഗിച്ച ടൂൾസുകൾ? എന്തൊക്കെയാണ്? എൻസൈം ഉണ്ട്, എൻസൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ ഉണ്ട്, ഹോസ്റ്റ് ഓർഗാനിസ് ഉണ്ട്, ഡോണർ DNA ഉണ്ട്, ഡിസൈറബിൾ ജീൻ. ഓക്കെ, അപ്പോൾ എൻസൈംസ് എന്ന് പറയുന്ന സമയത്ത് 3 തരം എൻസൈമുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ എൻസൈമിൽ നമുക്കറിയാം പിന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ ഉപയോഗിച്ചു, അതിനുശേഷം ലിഗേസിനെ ഉപയോഗിച്ചു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് നമ്മൾ ആരുപയോഗിച്ചു? DNA പോളിമറൈസിനെ ഉപയോഗിച്ചു റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡി? അപ്പോൾ നമ്മുടെ ആൻസർ 1 2 3 4 ആണ് വരുന്നത്. അപ്പോൾ 4 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ RDNA ടെക്നിക് വെക്റ്റർ റെഫേഴ്സ് ടു വെക്റ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം അതൊരു ഏജൻ്റാണ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിങ് DNA ഇൻറ്റു ഹോസ്റ്റ് സെല്ലാണ് അല്ലേ? ഓക്കെ, ഏജൻറ്റ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിങ് DNA ഇൻറ്റു ഹോസ്റ്റ് സെൽ. ഓക്കെ, എപ്പോഴും വെക്റ്റർ എന്ന് വെച്ചാൽ ഒരു കാരിയറാണ്, കൊണ്ടുപോകുന്ന ആളാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജീനിനെ കൊണ്ടുപോകുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? വെക്റ്റർ എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ പ്രൊസീജിയർ ത്രൂ വിച്ച് എ പീസ് ഓഫ് DNA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഹാസ്റ്റ് ബാക്ടീരിയം. നമുക്കറിയാം ഒരു DNA, അതായത് ഒരു DNAനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കറിയാം അത് നമ്മളൊരു RDNAനെ അല്ലേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ട്രാൻസ്ഫോർമേഷൻ. നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് വെക്റ്റർ ഇൻ ജെനറ്റിക് എഞ്ചിനീയറിംഗ്? ഈ കൊടുത്തതിൽ വെക്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? വെക്റ്ററായിട്ട് നമുക്കറിയാം പ്ലാസ്മിഡിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്ടീരിയോഫേജിനെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ 2ഉം 4ഉമാണ് വരുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ ഈസ് 4. ക്ലിയർ ആണല്ലോ? നമ്മൾ ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, അതിനുശേഷം ആ പാരഗ്രാഫ് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നോക്കൂ. Bacteriophage, because of their high number per cell, have very high copy number of their genome within the bacterial cell. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചത്. ആണല്ലോ, ഹൈ കോപ്പി നമ്പർ പെർ സെൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്? പ്ലാസ്മിഡായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അടുത്ത് നോക്കൂ. സം പ്ലാസ്മിഡ്സ് may have only 1 or 2 copies per cell, where others have 15 to 100 copies per cell. Their number can so even higher. ചിലതിൽ എന്തായിരിക്കും 1 or 2 ഉണ്ടാവുള്ളൂ, ചിലതിൽ 15 100 ഒക്കെ കിടക്കുന്നുണ്ടാവും. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. സോ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയതുകൊണ്ട് ഞാനിതാ ഇവിടെ ചൂസ് ചെയ്യുന്ന ആൻസർ ബോത്ത് ആർ കറക്റ്റ് എന്നാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ? അവിടെ നമ്മൾ ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ആ പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അവിടെ കാണാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The plasmid and bacteriophage have the ability to replicate within dash cells independent of the control of dash DNA.
എല്ലാവർക്കും അറിയാം എന്തായിരുന്നു, റെപ്ലിക്കേറ്റ് വിത്തിൻ ദ ബാക്ടീരിയൽ സെല്ലായിരുന്നു. എന്നിട്ടോ അവിടെ ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ കൺട്രോൾ ഓഫ് ക്രോമസോമൽ DNA. സോ നമ്മുടെ ആൻസർ ഈസ് 2. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാസ്മിഡ്സ് ആർ സ്യൂട്ടബിൾ വെക്ടർ ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് ക്ലോണിങ്ങിൽ വളരെ സ്യൂട്ടബിൾ വെക്ടറാണ് ആര്, പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ബിക്കോസ് അവർക്കുള്ളൊരു പ്രത്യേകത എന്തായിരുന്നു, ദേ ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് യൂണിറ്റ്സ്. അവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് എന്നാണ് നമ്മൾ പഠിച്ചത്. ആ എബിലിറ്റി ഉള്ളത് കൊണ്ട് അതാണ് ആൻസർ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, recombinant colonies in insertional inactivation are different on the basis of. ഓക്കെ, റീകോമിനൻറ്റ് കോളനീസ് ഫോം ചെയ്യും, നോൺ റീകോമിനൻറ്റ് കോളനീസ് ഫോം ചെയ്യും. അതിനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു, നോൺ റീകോമിനൻ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ കളർ കാണിക്കും, കളർ അപ്പിയർ ചെയ്യും. റീകോമിനൻ്റ് ആണെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചാൽ റീകോമിനൻറ്റ് കോളനീസ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും, നോ കളേർഡ് കോളനീസ്. അവർക്ക് എന്തുണ്ടാവില്ല, കളർ ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്ലാസ്മിഡിൽ ഒരു DNA എന്ത് ചെയ്യുന്നു, ഒരു എൻസൈം എടുക്കുന്നു. ആ എൻസൈമിൻ്റെ പേരായിരുന്നു ബീറ്റാ ഗാലക്ടോസിഡേസ് അല്ലേ. ആ എൻസൈം ഉള്ള സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് കളർ കൊടുക്കുന്നു, ബ്ലൂ കളർ കൊടുക്കുന്നു. ആ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു DNA ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവരവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, റീകോമിനൻ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത കളറും എന്ത് ചെയ്യുന്നു, ഡിസപ്പിയർ ആവുന്നു. ഓക്കെ, അപ്പോൾ റീകോമിനൻ്റ് ആയാൽ എന്ത് ചെയ്യും, ആ കളർ നഷ്ടപ്പെടുന്നു, നോ കളേർഡ് കോളനീസ് ആയിട്ട് വരുന്നു. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The alternative method that is used to differentiate recombinants and non-recombinants. ഓക്കെ, അപ്പോൾ റീകോമിനൻറ്റിനെയും നോൺ റീകോമിനൻറ്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മറ്റൊരു മെത്തേഡായിരുന്നു. ഓക്കെ, കളർ റിയാക്ഷൻ അല്ലേ, നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ യൂസിങ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് കളർ ബൈ യൂസിങ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആൻസർ ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെക്കഗ്നേഷൻ സൈറ്റ് for BAM-H1 in PBr322 is present if. നമുക്കറിയാം PBr322 എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. PBr322 നമ്മൾ പഠിക്കുന്ന ക്ലോണിംഗ് വെക്ടറാണ്. ഇതെന്ത് ക്ലോണിംഗ് വെക്ടർ ആയിരുന്നു, ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ ഓഫ് ആരായിരുന്നു, ഈക്കോളയുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെക്ടർ ആയിരുന്നു. വളരെ പോപ്പുലർ ആയിട്ടുള്ള ബൊലീവറും റോഡ്രിഗസും, ബിയും ആറും എന്താ നമുക്കറിയാം, ബൊലീവറും റോഡ്രിഗസുമാണ് ഇത് കണ്ടെത്തിയത്. ഓക്കെ, അപ്പം ഈ പറയുന്ന പ്ലാസ്മിഡിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാസ്മിഡ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ആ പ്ലാസ്മിഡിൽ നമ്മളോട് ചോദിച്ച BAM-H1 സൈറ്റിൽ, BAM-H1 നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ ഒരു സൈറ്റിലായിട്ടായിരുന്നു BAM-H1 നമ്മൾ കണ്ടത്. അവിടെ ആരും ഉണ്ടായിരുന്നു, അത് ഏത് സൈറ്റ് ആയിരുന്നു, TET-R ആയിരുന്നു, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പുറത്ത് നമ്മൾക്ക് അറിയാം ആംപിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ ആൻസർ ഇവിടെ ആരാണ് വരുന്നത് മക്കളെ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് സൈറ്റാണ്. ഓക്കെ, ആ ചിത്രം എടുത്തു വെച്ചാൽ വേഗം മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഒരു റഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് യൂസ്ഫുൾ പ്ലാസ്മിഡ് ഫോർ ക്ലോണിങ്. ഓക്കെ, ഏറ്റവും യൂസ് ചെയ്യുന്ന നമ്മളിപ്പോൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ, PBr322 ആണ്, PBr322. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആർ പ്രസൻറ്റ് ഇൻ PBr322. PBr322 ആ ചിത്രം നിങ്ങളെ മൈൻഡിൽ നിന്ന് പോവരുത്. അത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ തകർത്ത് കിടക്കുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതിലെന്തൊക്കെയായിരുന്നുള്ളത് നമ്മളറിയാം, 8 സൈറ്റുകളായിട്ട് നമ്മളിങ്ങനെ ഓരോരോ സൈറ്റുകളിൽ നമ്മളിങ്ങനെ ഓരോന്ന് ലാബിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ICO-R1 ഉണ്ട്, PVU2 ഉണ്ട്, BAM-H1 ഉണ്ട്. സോ നമുക്ക് എന്ത് കൊടുക്കാം, ഓൾ ഓഫ് ദി എബവ് കൊടുക്കാം. സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അതിൻ്റെ മറ്റൊരു വേർഷനാണ് ചോദിച്ചത്. BAM-H1, ICO-R1, SAL1 ആർ ടൈപ്സ് ഓഫ്. അതൊക്കെ എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു സാധനം? നമ്മൾ PBr322 കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ എന്താണെന്നുള്ളതോട് നിങ്ങൾ ഓർത്ത് വെക്കണം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകളാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സുഖമാണ്. നമ്മൾ ICO-R1 കുറിച്ച് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ചതാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In case of recombinant DNA carrying antibiotic resistant gene for tetracycline is transferred into E. coli cells. The host cell is transferred into tetracycline resistant cell. This will serve as. നമുക്കറിയാം ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്, സെലക്റ്റബിൾ മാർക്കറെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ ഈസ് 3. ഓക്കെ,
ഇനി ഈ ചിത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സും വൈയും നിങ്ങൾക്ക് അത്ര വിസിബിൾ ആണോ എന്ന് എനിക്ക് അറിയാല, എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ എക്സ് എന്ന് പറയുന്ന ഭാഗം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അത് PST1 ആണ്, PST1 ആണ്. ഇനി വൈ നമ്മൾ ഓൾറെഡി നമുക്കറിയാം BAM-H1 ആണ്, BAM-H1. സോ നമ്മുടെ ഓപ്ഷൻ 2 ആണ് ആൻസർ. സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ല, ആ ഡയഗ്രം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡയഗ്രത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. അതിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഈസ് റിലേറ്റഡ് ടു, എന്തുമായിട്ടായിരുന്നു അത് ബന്ധപ്പെട്ട്? ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു എൻസൈം ഉള്ള സീക്വൻസ് ഉണ്ടായിരുന്നു, ബീറ്റ ഗാലക്ടോസിഡേസ്. അപ്പം നിങ്ങളോട് മാറിപ്പോരുത്, ഇതാണ് ബീറ്റ ഗാലക്ടോസിഡേസ്, ഇത് ബീറ്റ ഗാലക്ടോസൈഡ് ആണ്. ഓക്കെ, അപ്പം ഇത് തെറ്റാണ്, ഇതാണ് ആൻസർ. 3 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നോർമൽ ഈക്വലൈസ് സെൽസ് ഡു നോട്ട് ക്യാരി റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് എനി ഓഫ് ദി ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, വിച്ച് ആർ ദ ആൻറ്റിബയോട്ടിക്സ്? നമുക്കറിയാം, ഈക്വലയിൽ യൂസ് ചെയ്യുന്ന 4 യൂസ്ഫുൾ സെലക്റ്റബിൾ മാർക്കേഴ്സും നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാ? ആംപിസിലിൻ ഉണ്ട്, ക്ലോറാംഫെനിക്കോൾ ഉണ്ട്, ടെട്രാസൈക്ലിൻ ഉണ്ട്, കാനാമൈസിൻ ഉണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ ഈസ് 3. സെറ്റാണല്ലോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ജീൻസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോമൻസ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോമൻസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മളോട് ഉദ്ദേശിച്ചത് ഇത്രയാണ്. നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രാൻസ്ഫോമൻസും ഉണ്ടാവും, നോൺ ട്രാൻസ്ഫോമൻസും ഉണ്ടാവും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും സെപ്പറേറ്റ് ചെയ്യണം. നമുക്ക് ആവശ്യമില്ലാത്ത നോൺ ട്രാൻസ്ഫോമൻസ് ഉണ്ട്, ആവശ്യമുള്ള ട്രാൻസ്ഫോമൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത നോൺ ട്രാൻസ്ഫോമൻസിനെ എലിമിനേറ്റ് ചെയ്യണം. ആവശ്യമുള്ള ട്രാൻസ്ഫോമൻസിനെ എന്ത് ചെയ്യണം? ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അതാരുടെ ജോലിയായിരുന്നു? സെലക്റ്റബിൾ മാർക്കർ. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞോളൂ, സെലക്റ്റബിൾ മാർക്കർ. അങ്ങനെ സെലക്റ്റബിൾ മാർക്കറായിട്ട് ഈക്വലയിൽ യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് ഇതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത്. ആരൊക്കെയാണ്? ആംപിസിലിന്, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിന്, കാനാമൈസിനൊക്കെ നമ്മൾ പഠിച്ചു. സെറ്റാണല്ലോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ദ RDNA is inserted within the coding sequence of, നമ്മൾ അതിൻ്റെ മറ്റൊരു വേർഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? ഓൾറെഡി പറഞ്ഞു, ബീറ്റ ഗാലക്ടോസിഡേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജെൽ ഇലക്ട്രോഫോറസിസ്. ഓർക്കുന്നില്ലേ? ജെൽ ഇലക്ട്രോഫോറസിസ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരുപാട് ടേംസുകൾ വന്നിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അല്ലേ? എന്തായിരുന്നു? ഓക്കെ, എന്തായിരുന്നു ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വെച്ചാൽ? സെപ്പറേഷൻ, ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദെയർ സൈസ് നോക്കിയിട്ടായിരുന്നു. സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമെന്നും ലാർജർ ഫ്രാഗ്മെൻറ്റ്സ് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോ നമ്മുടെ ആൻസർ ആരാണ്? 3 ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ജെൽ ഇലക്ട്രോഫോറസിസ് അതേ ക്വസ്റ്റ്യൻ തന്നെ, മറ്റൊരു പാറ്റേൺ ആണ്. ഓക്കെ, നോക്കൂ. DNA ഫ്രാഗ്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദ ചാർജ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ ട്രീറ്റഡ് ബൈ ആൽക്കലി സൊല്യൂഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ ഡീനാച്ചുർഡ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ലെങ്ത് ഓൺ ജെൽ ബൈ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്. സോ നമുക്കറിയാം നമ്മുടെ ഓപ്ഷൻ ആരാണ്? 4 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗ്രോസ്. ഓർക്കുന്നുണ്ടോ? അഗ്രോസ് ജെൽ. അഗ്രോസ് ജെൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? അഗ്രോസ് ജെൽ. ഓക്കെ, നമുക്കറിയാം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള പോളിമർ ആയിരുന്നു അല്ലേ? നാച്ചുറൽ പോളിമർ. എവിടെ നിന്നായിരുന്നു കിട്ടിയത് എന്നാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. സീവീഡ്സ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്. ഓക്കെ, കടലിൽ കാണപ്പെടുന്ന ചില കളകളിൽ നിന്നുമാണ് ഇതിനെ വേർതിരിച്ചെടുത്തത്. ഓക്കെ, ഇതിലൂടെയാണ് നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ്സിന് ആഡ് ചെയ്ത സമയത്ത് അതെന്ത് ചെയ്തത്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്തു അക്കോർഡിംഗ് ടു ദർ സൈസ്. ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് വേഗത്തിൽ പോകുന്നു, വലിയ ഫ്രാഗ്മെൻറ്റ്സ് സ്ലോ ആയിട്ട് പോകുന്നു. അതിൻ്റെ ഒരു ഡയഗ്രം ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. സ്മോളർ, ലാർജർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ബിഗിനിങ്ങിൽ അതിൻ്റെ വെല്ലുകൾ, കുഴികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ DNA ആഡ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് ഡൈജസ്റ്റഡ് DNA ഈസ് ലൊക്കേറ്റഡ് ഇൻ വെൽസ് നിയർ. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇങ്ങനെ ഒരു അഗ്രോസ് ജെല്ലിനെ കണ്ടു കഴിഞ്ഞാൽ, അഗ്രോസ് ജെല്ലിൽ നമുക്കറിയാം ഇവിടെയാണ് വെല്ലുള്ളതെങ്കിൽ ഇവിടെയാണല്ലോ നമ്മൾ DNA ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് DNA നമ്മൾ കൊടുത്ത സ്ഥലം. ഓക്കെ, അപ്പം DNAക്ക് ഏത് ചാർജാണ് നമുക്കറിയാം? നെഗറ്റീവ് ചാർജാണ്.
സോ നമ്മളെ ചോദ്യം എന്തായിരുന്നു? ഇൻ ജെൽ ഇലക്ട്രോഫോറസ് ഡൈജസ്റ്റഡ് DNA is located in wells near. അപ്പോൾ നമുക്കറിയാം ഏതാണ്? കാഥോഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിഷ്വലൈസേഷൻ ഓഫ് DNA ഓൺ അഗ്രോസ് ജെൽ ഈസ് അച്ചീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. അപ്പോൾ DNA നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ 2 പ്രൊസീജിയർ ഉണ്ട് നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു 2 പ്രൊസീജിയർ? ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രൊസീജിയർ സ്റ്റെയിൻ ചെയ്യലാണ്. സ്റ്റെയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചത്. അതിൻ്റെ പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. ആരാണ്? എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത് എക്സ്പോഷർ ടു UV റേസ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എക്സ്പോഷർ ടു UV റേഡിയേഷൻ. UV റേഡിയേഷൻ മറക്കരുത്. അപ്പോൾ DNA വിഷ്വലൈസ് ചെയ്യാനുള്ള 2 പ്രൊസീജിയർ ഒന്നെന്താണ്? സ്റ്റെയിൻ ചെയ്യലാണ് എത്തിഡിയം ബ്രോമൈഡ് ഉപയോഗിച്ച്. രണ്ടാമത്തത് എക്സ്പോഷർ ടു UV റേഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് ദ സെപ്പറേറ്റഡ് ബാൻഡ്സ് ഓഫ് DNA ആർ കട്ട് ഔട്ട്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ചിത്രമായിരുന്നെങ്കിൽ ഈ DNA ഫ്രാഗ്മെൻറ്റ്സിൽ ചെറിയ സാധനങ്ങളാണ് ഈ അറ്റത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല കട്ടിയുള്ള DNA ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെറിയ DNA നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്ന, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഇലൂഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലൂഷൻ എന്നാണ് പറയുന്നത്, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ കട്ടിംഗ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റിസൾട്ട്സ് ഇൻ ദ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ജെൽ ഇലക്ട്രോഫോറസിസ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA മോളിക്യൂൾസ് ബൈ ഷേപ്പ്. ഇപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കൂ. കട്ടിംഗ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റിസൾട്ട്സ് ഇൻ ദ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA. ശരിയാണല്ലോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ജെൽ ഇലക്ട്രോഫോറസിസ് മോസ്റ്റ് കോമൺലി യൂസ് സെപ്പറേറ്റ് DNA മോളിക്യൂൾസ് ബൈ ഷേപ്പ് എന്നാണ് പറയുന്നത്. സൈസായിരുന്നു. അപ്പോൾ ഇത് തെറ്റാ. സോ ഓൺലി 1 ഈസ് കറക്റ്റ്. ഓൺലി 1 ഈസ് കറക്റ്റ്. അടുത്ത ചോദ്യം നോക്കൂ. എക്സ് ഇതാ കിടക്കുന്ന, ഇനി വേറെന്താ ഇവിടെ കൊടുത്തുക്കോ. എക്സ് ആൻഡ് ഓൾസോ ടെക്നിക്. എക്സ് എന്താണെന്ന് കണ്ടെത്തി ടെക്നിക്. എക്സ് നമുക്ക് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു കുഴിയാ, വെല്ല്. അപ്പോൾ എക്സ് എന്താണ്? വെല്ലാണ്. അടുത്തെന്താണ്? പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയാം. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. സോ നമ്മുടെ ആൻസർ 2 ആണ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാക്ടീരിയ ആർ നോൺ ആസ് നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ? നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്ന് വിളിച്ചത് ഏത് ബാക്ടീരിയയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ആ ബാക്ടീരിയയുടെ പേരാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഈ ബാക്ടീരിയയെ നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്ന് വിളിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം. അവരുടെ പ്ലാസ്മിഡ് ഉണ്ട്. ആ പ്ലാസ്മിഡിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഈ പ്ലാസ്മിഡിനെ വിളിക്കുന്ന പേര് TI പ്ലാസ്മിഡ് എന്നാണ്. ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്യൂമർ ഇൻഡ്യൂസിങ് ആണ്. ഓക്കെ, ഇതിലൊരു DNA കാണുന്നുണ്ടായിരുന്നു അല്ലേ? ആ DNAയുടെ പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ DNAനെ വിളിക്കുന്ന പേരായിരുന്നു tDNA. ഓക്കെ, അപ്പോൾ ഈ DNA എന്ത് ചെയ്യുന്നുണ്ട്? ചില പ്ലാന്റ്സുകളിലേക്ക്, ചില ഡൈക്കോഡ് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ പ്ലാന്റ്സിന് ക്രൗൺ ഗാൾ അല്ലെങ്കിൽ പ്ലാന്റ് ട്യൂമർ ഉണ്ടാക്കുകയും ചെയ്യുന്നു വിത്തൗട്ട് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻസ്. നമ്മൾ ആരുടെയും ഒരു ഹെൽപ്പോ സപ്പോർട്ടോ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ജീനിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? അവിടെ മോഡിഫിക്കേഷൻ വരുത്തുന്നു. അതുകൊണ്ടാണ് ഇവരെ ഏത് പേരിൽ വിളിക്കുന്നത്? നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ പ്ലാസ്മിഡിൻ്റെ പേര് TI പ്ലാസ്മിഡ് എന്നാണ്. ഏത് ബാക്ടീരിയയാണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും സ്റ്റേറ്റ്മെൻ്റ് ആണ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എ പാത്തോജൻ സെവറൽ മോണോക്കോട്ട് പ്ലാന്റ്സ്. ഞാനിപ്പം തന്നെ പറഞ്ഞു ഡൈക്കോട്ടാണെന്നുള്ളത്. അപ്പോൾ അത് തെറ്റാ. പ്രസൻസ് ഓഫ് ഇൻസേർട്ട് റിസൾട്ട്സ് ഇൻ ടു ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ. ഓക്കെ, അപ്പം ഓൺലി 2 ഈസ് കറക്റ്റ് അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻ 2 റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡേഷ് has now been modified into cloning vector which is no more pathogenic to plants but is still able to use mechanism to deliver genes of our interest into a variety of plants. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ആരെക്കുറിച്ചാണ്? TI പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം. Why foreign DNA cannot pass through cell membrane? Because DNA is hydrophilic ആണ്. നമുക്കറിയാം ഹൈഡ്രോഫിലിക് ആണ്. അതിലൂടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
recombinant DNA is forced to enter host cell by incubating the cells with rDNA. ഓക്കെ, നമുക്കറിയാം rDNA നമ്മൾ കോമ്പിറ്റൻറ്റ് ഹോസ്റ്റ് നമുക്കറിയാം അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മോഡിഫിക്കേഷൻസ്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള എന്താ നോക്ക്, ഓൺ ഐസ് ഫോളോഡ് ബൈ ഹീറ്റ് ഷോക്ക് അഗൈൻ ഓൺ ഐസ്. 3 രൂപത്തിലാണ് ചെയ്തത് അല്ലേ. ആദ്യം ഐസിലിട്ടു, പിന്നെ അതിനെ 42 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി, അതിനുശേഷം വീണ്ടും ഐസിലിട്ട് മോഡിഫൈ ചെയ്ത് കയറ്റി വിടുന്നു. അതോടുകൂടി ആൾ ഒരു പരുവത്തിലായി കയറിപ്പോയിക്കുണ്ടാവും. ഒന്നാമത്തതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ പാറ്റേണിലുള്ളതാണ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ബാക്ടീരിയൽ സെൽ കോമ്പിറ്റൻറ്റ്. ബാക്ടീരിയൽ സെല്ലിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ട്രീറ്റിംഗ് വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലൻ്റ് ആയിരുന്നു. ഓക്കെ, ട്രീറ്റിംഗ് സ്പെസിഫിക് ഓൺ ഡൈവാലൻ്റ് കാറ്റയോൺ. അപ്പോൾ ഇത് ശരിയാണ്. ഹീറ്റ് ഷോക്ക് കൊടുത്തു പ്ലസ് ഐസ് ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ 2ഉം 3ഉമാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ 4 ആണ്. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിതാ ഏകദേശം 63ഓളം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ ഏകദേശം മോർ ദാൻ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇപ്പം കഴിയും. ഓക്കെ, സെറ്റ് ആയിക്കോ. ഇൻ ആനിമൽ സെൽ വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് റീകോമ്പിനൻറ്റ് DNA? നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് ജീനെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടായിരുന്നു. മൈക്രോ ഇഞ്ചക്ഷൻ, ബയോലിസ്റ്റിക്സ്, ഇലക്ട്രോപോറേഷൻ പോലെയുള്ള മെത്തേഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ആനിമൽ സെല്ലിലേക്ക് ജീനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിച്ച ഡയറക്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചത്. മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. അപ്പോൾ ആനിമൽ സെല്ലിലേക്ക് DNA ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിച്ചത് മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. അപ്പോൾ ബയോലിസ്റ്റിക്സ് ആരെല്ലാം ഉപയോഗിച്ചത്? ഓർക്കണം, പ്ലാന്റ് സെല്ലിലാണ്. ഓക്കെ, അവിടെയായിരുന്നു ടങ്സ്റ്റണും ഗോൾഡൊക്കെ എന്ത് ചെയ്തത്? കോട്ട് ചെയ്തത്. ടങ്സ്റ്റൺ ഓർ ഗോൾഡ്. ഷൂട്ടിംഗ് ഓഫ് DNA ഇൻടു പ്ലാന്റ് സെൽ വിത്ത് ഹൈ വെലോസിറ്റി. ഓർക്കുന്നില്ലേ? അപ്പം മറക്കരുത്. ഇനി ഇത് നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റുമല്ലോ. ബയോലിസ്റ്റിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ പ്ലാന്റ്സ് ആണ്, അപ്പം AR വരും. ഓക്കെ, മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽസ് ആണ്, അപ്പം നമുക്ക് മനസ്സിലായി. ഹീറ്റ് ഷോക്ക് ബാക്ടീരിയൽ ഹോസ്റ്റ്, അപ്പം നമ്മുടെ ഓപ്ഷൻ A അല്ലേ വരിക? 1 ആണ് വരുന്നത്. ഓക്കെ, സെറ്റ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നമ്മളുടെ rDNA ടെക്നോളജിയുടെ കുറച്ച് സീക്വൻസ് ആണ്, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻകറക്റ്റായിട്ട്. ഇതിനെ കറക്റ്റ് സീക്വൻസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, നമ്മൾ rDNA ടെക്നോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഓർഡറൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ അതിന് മുമ്പ് ലാസ്റ്റ് പ്രോസസ്സ് ഓഫ് rDNA ടെക്നോളജിയിൽ നമ്മൾ പഠിച്ചതാണ് ഓരോ കാര്യങ്ങൾ. ഐസൊലേഷനും അതേപോലെ തന്നെ കട്ടിങ്ങും ഫ്രാഗ്മെൻറ്റേഷനും അതേപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ, PCR ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യലും. അങ്ങനെ നമുക്ക് കിട്ടിയതിനെ നമ്മളൊരു ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, അവിടെ വെച്ചൊരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു, ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. അങ്ങനെ നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് പഠിച്ചതാണ്. ഇതൊന്ന് കറക്റ്റ് ഓർഡർ ആക്കണം, അതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഈ കാണുന്നതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് ഓർഡർ ആക്കി നോക്കാം. അപ്പം ഒന്നാമത്തത് നമുക്കറിയാം ഐസൊലേഷൻ ഓഫ് DNA ആണ്. അപ്പം ഞാനിത് അവിടെ കൊടുക്കുന്നു, ഐസൊലേഷൻ ഓഫ് DNA. ഇനി രണ്ടാമത് നിങ്ങൾക്കറിയാൻ പറ്റും, രണ്ടാമത് ഫ്രാഗ്മെൻറ്റുകളാവുന്നതാണ്. രണ്ടാമത് ഞാനിത് അവിടെ റെസ്ട്രിക്ഷൻ ഉപയോഗിച്ച് ഫ്രാഗ്മെൻ്റ് ആക്കി മാറ്റി. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിസയർ ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസൊലേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇത് കൊടുക്കാം, ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെൻറ്റ്സ്. അതിനുശേഷം നമുക്കറിയാം അത് നമ്മളൊരു എന്ത് ചെയ്യുന്നു? വെക്റ്ററിലേക്ക് അതിനെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു. ഓക്കെ, ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ടു എ വെക്റ്റർ. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ട്രാൻസ്ഫർ ചെയ്യാം, ഒരു ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കൾച്ചർ ചെയ്യുന്നു. ഓക്കെ, കൾച്ചർ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു? ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു. അതിനുശേഷമാണ് നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിലൂടെ അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻസ് എന്തായിട്ട് വരും? 2 ആയിട്ട് വരും. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഫ്റ്റർ ഡൈജഷൻ ഓഫ് ഓൾ അതർ ബയോമോളിക്യൂൾസ് പ്യൂരിഫൈഡ് DNA അൾട്ടിമേറ്റ്ലി പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ആഫ്റ്റർ ദി അഡീഷൻ ഓഫ്. നമ്മൾ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? DNA എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയാണ് കാണുന്നത്? ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ DNA കൂടെ RNAയും പ്രോട്ടീൻസും ബാക്കിയുള്ള ഒരുപാട് മാക്രോ മോളിക്യൂൾസും ഒക്കെ കാണുന്നുണ്ട് നമ്മൾ പറയും. അപ്പോൾ ഇൻ ഓർഡർ ടു കട്ട് DNA ഇറ്റ് നീഡ്സ് ടു ബി ഇൻ പ്യൂർ ഫോം. നമ്മളൊരു DNA കട്ട് ചെയ്യണമെങ്കിൽ അതൊരു പ്യൂർ ആയിരിക്കണം, ഇല്ലെങ്കിൽ അൺഡിസൈറബിൾ ക്യാരക്ടർ ഉണ്ടാവും നമുക്കറിയാം. അപ്പം അങ്ങനെ നമ്മൾ അവിടെ പഠിച്ചു. വാള് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലൈസിന് ഉപയോഗിച്ചു, ഫംഗസിലാണെങ്കിൽ കൈറ്റിനേസിന് ഉപയോഗിച്ചു, ബാക്ടീരിയയിലാണെങ്കിൽ ലൈസോസൈമിന് ഉപയോഗിച്ചു, RNA റിമൂവ് ചെയ്യാൻ റൈബോ ന്യൂക്ലിയസിന് ഉപയോഗിച്ചു, പ്രോട്ടീൻസ് റിമൂവ് ചെയ്യാൻ പ്രോട്ടിയേസ് ഉപയോഗിച്ചു.
അങ്ങനെ ബാക്കിയുള്ള മാക്രോ മോളിക്യൂൾസിനെയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു? DNA പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാനായിരുന്നു. DNA പ്രസിപ്പിറ്റേറ്റ് കിട്ടാൻ നമ്മൾ അതിലേക്ക് ചിൽഡ് എത്തനോളിനെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ചിൽഡ് എത്തനോൾ. ഓക്കെ, ഇതാ കിടക്കുന്നു ചിൽഡ് എത്തനോൾ. ഓക്കെ, സ്പെല്ലിങ് വരെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങൾ നോക്കണേ. റെഡി. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് അധികം സമയം എടുക്കേണ്ട കാര്യമില്ല. ലൈസോസൈം നമുക്കറിയാം ബാക്ടീരിയ ആണ്. AS ആണ് വരിക. ഓക്കെ, AS വരുന്ന വേറൊരൊറ്റ ഓപ്ഷൻ ഇല്ല, ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് ശരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 3. ഓക്കെ, റെഡിയാണല്ലോ, കൺഫ്യൂഷൻസ് ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച സാധനം തന്നെ. ഇനി അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് കൂടെ നോക്കൂ. ഓക്കെ, DNA ഫ്രാഗ്മെൻറ്റ് സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം അത് ഏതായിരുന്നു? സീവിങ് എഫക്റ്റ് അല്ലേ വരിക, ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ? ഓക്കെ, അപ്പം AS വരും. ഇനി അത് വരുന്ന വേറെ ഓപ്ഷൻസ് ഇല്ല, ബാക്കിയുള്ളത് കറക്റ്റാണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ്ട്രാക്റ്റഡ് ഓഫ് DNA ഇലൂഷനാണ്. റെഡിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 2 വരും ഇവിടെ. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, റെസ്ട്രിക്ഷൻ എൻസൈം, 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്ത്. റെസ്ട്രിക്ഷൻ എൻസൈം digestions are performed by incubating purified DNA molecules with the restriction enzyme at the optimal conditions for that specific enzyme. Right ആണ് അല്ലേ? അടുത്തത് അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എംപ്ലോയിഡ് ടു ചെക്ക് ദ പ്രോഗ്രഷൻ ഓഫ് എ റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ. രണ്ടും ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ ബോത്ത് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ PCR എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആയിരുന്നു അല്ലേ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആയിരുന്നു. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, അതിൽ 3 എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സുകൾ 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് DNA ടെംപ്ലേറ്റ്സ്, ഇങ്ങനത്തെ ഒരു DNAയുടെ കഷ്ണമൊക്കെ നമ്മളവിടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ടെംപ്ലേറ്റ് വേണമായിരുന്നു. അതേപോലെ തന്നെ പ്രൈമർ, ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത ചെറിയ DNAയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് ഫ്രാഗ്മെൻറ്റ്സ്. പിന്നെ അതിനുശേഷം നമ്മളൊരു എൻസൈമിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടാക്ക് പോളിമറേസ്, തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത്. അപ്പോൾ അത് 3 എണ്ണമായിരുന്നു. സോ ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ട്, പ്രൈമർ ഉണ്ട്, പോളിമറൈസ് ഉണ്ട്. സോ ആൻസർ ഓൾ ഓഫ് ദിസ്. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൈമേഴ്സ് ആർ. പ്രൈമർ എന്ന് വെച്ചാൽ ചെറിയ ന്യൂക്ലിയോടൈഡ്സുകളാണ്. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ് ദാറ്റ് ആർ കോംപ്ലിമെൻ്ററി ടു ദ റീജിയൻ ഓഫ് ദി ടെംപ്ലേറ്റ് DNA. ഇതിന് കോംപ്ലിമെൻ്ററി ആക്കണം, കണ്ടില്ല എവിടെ ഇങ്ങനെ ഇവിടെ ജോയിൻ ചെയ്ത് വരണം. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ആരാണ്? 4 ആണ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A single PCR amplification cycle involve the following in the order. ഓക്കെ, നമുക്കറിയാം നമ്മുടെ PCR-ൻ്റെ സ്റ്റെപ്സുകളുടെ ഓർഡർ. ഫസ്റ്റ് നമുക്കറിയാം DNA കട്ട് ചെയ്യുന്ന പ്രോസസ്സ് അല്ലായിരുന്നോ? അപ്പോൾ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്കറിയാം വിളിച്ച പേര് ഡീനാച്ചുറേഷൻ എന്നാണ് പറയുക. ഒന്നാമത്തത്. 2 അനീലിംഗ് ആയിരുന്നല്ലോ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനീലിംഗ്. മൂന്നാമത്തത് എക്സ്റ്റൻഷൻ ആണ്, എക്സ്റ്റൻഷൻ. അപ്പം 1 ഡീനാച്ചുറേഷനാണ്, അപ്പം ഇതാണ് 1. 2 അനീലിംഗ് ആണ്, 3 എക്സ്റ്റൻഷനാണ്. അപ്പം 3, 1, 2 എന്ന ക്രമത്തിലാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. 3, 1, 2. ഓക്കെ, സോ ഓപ്ഷൻ 2. ഓക്കെ അല്ലേ? റെഡി. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. DNA പോളിമറൈസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം. ഞാൻ പറഞ്ഞു DNA പോളിമറൈസ്, അതിന് എക്സാമ്പിൾ ആയിരുന്നു ആര്? ടാക്ക് പോളിമറൈസ്. ടാക്ക് പോളിമറൈസ്. ഇത് ഐസൊലേറ്റ് ചെയ്ത ബാക്ടീരിയയുടെ പേര് തെർമസ് അക്വാട്ടിക്കസ് എന്നാണ്. ഇതൊരു തെർമോസ്റ്റേബിൾ എൻസൈമാണ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇതെന്താണ്? തെർമോസ്റ്റേബിൾ എൻസൈം. കാരണം ഇതെന്താണ്? ടെമ്പറേച്ചറിലും ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തത് 94 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. അതിനുശേഷം അനീലിംഗ് രണ്ടാമത്തെ പ്രോസസ്സ് ചെയ്തത് ഏകദേശം ഒരു 40 to 60 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിനുശേഷം വീണ്ടും എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ് ആരെ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ടാക്ക് പോളിമറൈസിനെ യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം 72 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടിയ സമയമാണ്. ആ സമയത്തും ഈ എൻസൈം ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആ എൻസൈമിന് എന്ത് പറയാം? തെർമോസ്റ്റേബിൾ ആണ്. ഇത് ഐസൊലേറ്റ് ചെയ്ത ബാക്ടീരിയ തെർമസ് അക്വാട്ടിക്കസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. At the start of the polymerase chain reaction, PCR, at the start of polymerase chain reaction, okay, question നോക്കണേ. At the start of polymerase chain reaction, single stranded DNA
സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. നിങ്ങൾക്ക് കാണാൻ പറ്റും primers are added to the denatured DNA and the mixture is cooled to 60 degrees Celsius. What explain why denatured DNA strands anneal with the primers and not with each other? അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെയുള്ള ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ പ്രിവെൻറ്റ് ദ denatured DNA ഫ്രം അനീലിംഗ് ടുഗദർ. ഇവിടെ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് PCR തുടങ്ങി നമുക്കറിയാം സിംഗിൾ സ്റ്റാൻഡേർഡ് പ്രൈമേഴ്സ് ആർ ആഡഡ് ടു ദ ഡീനാച്ചുറൽ. നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി അതിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു 40 to 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്തു മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം അവിടെ വാട്ട് എക്സ്പ്ലെയിൻ വൈ ദ denatured DNA സ്ട്രാൻഡ്സ് അനീൽ വിത്ത് പ്രൈമേഴ്സ് ആൻഡ് നോട്ട് വിത്ത് ഈച്ച് അതർ. കാരണം അവിടെ നമ്മൾ ടെമ്പറേച്ചർ കുറക്കാനുള്ള കാരണം എന്താ, അത് അനീലിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ആൻസർ ആര് വരും? 2. The temperature prevent the denatured DNA from the annealing together. Next question, bioreactors are ഒന്ന് ഹ്യൂജ് ടാങ്ക് ഫോർ ഫെർമെൻറ്റേഷൻ ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഹ്യൂജ് ടാങ്ക് ഫോർ കൾച്ചറിങ് റീകോമിനൻസ്. നമുക്കറിയാം ഇതിലേതായിരുന്നു, കൾച്ചറിങ് റീകോമിനൻസ് ആയിരുന്നു. സോ നമ്മുടെ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the most commonly used bioreactor is stirring type. Stirrer. The stirrer facilitate. സ്റ്റിററിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓർക്കുക, ഒന്ന് മിക്സിംഗ് ആണ്. നമ്മൾ ഇതിലേക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു ഫങ്ഷൻ. രണ്ടാമത്തത് ഓക്സിജൻ അവൈലബിലിറ്റി ത്രൂ ഔട്ട് ബയോറിയാക്ടറാണ്. ആ പറയുന്ന വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അടുത്ത ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ 2 ഫങ്ഷനാണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സ്റ്റിറർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ കമ്പോണൻസ് ഓഫ് ബയോറിയാക്ടർ. ദ സിസ്റ്റംസ് ഓഫ് ബയോറിയാക്ടർ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ബയോറിയാക്ടർ നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട്, ശരിയാണ്. ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ട്, ഫോം കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, pH കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ആൻഡ് സാമ്പിളിംഗ് പോഡ്സ് എല്ലാം വരുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദിസ്. അപ്പം സാമ്പിളിംഗ് പോഡ്സുകൾ റെഡിയാണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, ഇത് ലാസ്റ്റ് ഏരിയയിലുള്ള ടോപ്പിക് തന്നെയാണ്, നിങ്ങൾക്കറിയാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ബയോറിയാക്ടർ. ബയോറിയാക്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ പ്രോസസ് സ്മോൾ വോളിയം ഓഫ് ദി കൾച്ചർ. ഒരിക്കലുമല്ല സ്മോൾ വോളിയം എന്ന് നമുക്കിതിനെ പറയാൻ പറ്റില്ല. എന്താണ്, ലാർജ് വോളിയം ഓഫ് കൾച്ചറാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത നോക്കൂ, ഹിറ്റ് പ്രൊവൈഡ്സ് ഒപ്റ്റിമം ടെമ്പറേച്ചർ, pH, സാൾട്ട്, വൈറ്റമിൻസ് ആൻഡ് ഓക്സിജൻ, ശരിയാണ്. സ്പാജർ സ്റ്റീർഡ് ടാങ്ക് ബയോറിയാക്ടർ സ്റ്റീർഡ് ടൈപ്പ് ബയോറിയാക്ടർ എയർ ബബിൾഡ് ആണ്, ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ആൻസർ ആരാണ്? 3 ആണ്. 2 and 3 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലുള്ള. നോക്കൂ, 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, എന്താണ്, വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. നമുക്കറിയാം ലാസ്റ്റ് ഒരു പ്രോഡക്റ്റ് കിട്ടും, ഒരു പ്രോട്ടീൻ പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റിനെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൽ എന്ത് ചെയ്യുന്നു? അത്രേ ഉള്ളൂ. 2 കാര്യങ്ങളാണ്. ഒന്ന് സെപ്പറേഷനാണ്, 2 പ്യൂരിഫിക്കേഷനാണ്. അല്ലേ, എന്തൊക്കെയാണ്? സെപ്പറേറ്റ് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു മെഡിസിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മെഡിസിനൊക്കെ നമ്മൾ പിന്നെ കുറേ കാലം കഴിഞ്ഞാണ് യൂസ് ചെയ്യുക. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് അതിനെ പക്ക നമ്മൾ യൂസ് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? എയും ബിയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മക്കളെ, ബയോടെക്നോളജിയിൽ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പരിചയപ്പെട്ടത്. നിങ്ങൾ പരിചയപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചെയ്തു നോക്കുക. നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് തരുന്നത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ അറിയാത്തൊരു ക്വസ്റ്റ്യൻ വരരുത്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.